കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം 13 തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു നമ്മെ അനാഥരായി വിടുകയില്ല. ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുന്ന കർത്താവ് എല്ലായ്പ്പോഴും നമ്മോടൊപ്പം ഉണ്ട്. ജീവിത പ്രതിസന്ധികളുടെ മുമ്പിൽ നാം ഒറ്റയ്ക്കാണ് എന്ന തോന്നലുകൾ നമ്മെ നിരാശയിലേക്ക് തള്ളിവിടും. എന്നാൽ പ്രതിസന്ധികളിൽ നമ്മെ രക്ഷിക്കുവാൻ കഴിവുള്ള ഒരു ദൈവം കൂടെയുണ്ടെന്നും ആ ദൈവം ഒരു നാളും നമ്മെ ഉപേക്ഷിക്കുകയില്ലെന്നും ശിക്ഷിക്കുന്നതിൽ വിമുഖനായ ദൈവമാണെന്നും നാം അറിഞ്ഞ് വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ നമുക്ക് കടന്നു പോകാം. കർത്താവായ ദൈവത്തിൽ ആശ്രയിക്കാം. സങ്കീർത്തന പുസ്തകം 37 അധ്യായം 5 തിരുവചനം വ്യക്തമാക്കുന്നു: നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. നമ്മെ മറക്കാത്ത കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. നമ്മുടെ സകല കഷ്ടതകളിലും അവിടുന്ന് നമ്മോട് കൂടെയിരിക്കും. നമ്മോടുള്ള അവിടുത്തെ വാഗ്ദാനങ്ങൾ അവിടുന്ന് നിറവേറ്റും. അവിടുന്ന് ഒരിക്കലും നമ്മെ ലജ്ജിപ്പിക്കുകയില്ല. നമുക്ക് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കാം, അവിടുത്തെ സ്തുതിക്കാം, അവിടത്തേക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം. മറക്കുകയില്ല, കുറയ്ക്കുകയില്ല, പിന്നെ തീർക്കുകയില്ല എൻ വാഗ്ദത്തങ്ങൾ. ആമേൻ. തളർത്തുകില്ല, താഴ്ത്തുകില്ല, പിന്നെ ലജ്ജിപ്പിക്കില്ല ഒരു നാളിലും. മറക്കുകയില്ല, കുറയ്ക്കുകയില്ല, പിന്നെ തീർക്കുകയില്ല എൻ വാഗ്ദത്തങ്ങൾ. ഹല്ലേലൂയ. തളർത്തുകില്ല, താഴ്ത്തുകില്ല, പിന്നെ ലജ്ജിപ്പിക്കില്ല ഒരു നാളിലും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ സകല പ്രാർത്ഥനകളും ഈ നിമിഷം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. അവിടുന്ന് നമുക്ക് അനുഗ്രഹത്തിൻ്റെ ഒരു പാത ഇന്ന് തുറന്നു തരും. വിശ്വാസത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുന്ന് നമ്മെ ഉയർത്തുന്ന ദൈവം. അവിടുത്തെ മഹത്വത്തെ പ്രതി ഈ നിമിഷം അവിടത്തേക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങളെ കൊടുത്തുകൊണ്ട് നമുക്ക് പറയാം, എൻ്റെ യേശു എന്നും ജീവിക്കുന്ന ദൈവം. ഓർത്തിടുമേ, പിന്നെ ഉയർത്തിടുമേ, നിറച്ചിടുമേ നിൻ മഹത്വത്താലേ. തുറന്നിടുമേ, പിന്നെ നടത്തിടുമേ, പുലർത്തിടുമേ നിൻ മഹത്വത്താലേ. ഓർത്തിടുമേ, പിന്നെ ഉയർത്തിടുമേ, നിറച്ചിടുമേ നിൻ മഹത്വത്താലേ. തുറന്നിടുമേ, പിന്നെ നടത്തിടുമേ, പുലർത്തിടുമേ നിൻ മഹത്വത്താലേ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ,
മഹത്വത്തിൻ്റെ തേജസ്സോടെ കർത്താവായ യേശു കടന്നു വരുന്നതിനെ ഓർത്ത് ഈ നിമിഷം നമുക്ക് അവിടുത്തെ സ്തുതിക്കാം. കർത്താവിനോട് പറയും, കർത്താവേ, അവിടുത്തെ സ്നേഹത്തിൽ എന്നെയും ചേർക്കണമേ, അവിടുത്തെ മഹത്വത്തിൽ എന്നെ പങ്കുകാരിയാക്കണമേ, അവിടുന്ന് ഇന്ന് എന്നെ അനുഗ്രഹിക്കണമേ. ഓ യേശുവേ, അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ യേശുവേ. ഓടിയിടുമേ, പിന്നെ പറന്നിടുമേ, മറഞ്ഞിടുമേ ആ മാർവിടത്തിൽ. മഹിമയോടെ ആ തേജസ്സോടെ വാണിടുമേ നിത്യകാലവും. ഓടിടുമേ, പിന്നെ പറന്നിടുമേ, മറഞ്ഞിടുമേ ആ മാർവിടത്തിൽ. ഓ എൻ്റെ യേശുവേ, മഹിമയോടെ ആ തേജസ്സോടെ വാണിടുമേ നിത്യകാലവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മറക്കുകയില്ല, കുറയ്ക്കുകയില്ല, പിന്നെ തിരുത്തുകയില്ല എൻ വാഗ്ദത്തങ്ങൾ. ആമേൻ. തളർത്തുകയില്ല, താഴ്ത്തുകയില്ല, പിന്നെ ലജ്ജിപ്പിക്കില്ല ഒരു നാളിലും. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. ഹല്ലേലൂയ, ആമേൻ കർത്താവേ. ഹല്ലേലൂയ, അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്ന യേശുവേ, ഈ പ്രഭാതത്തെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് കർത്താവായ ദൈവത്തിൻ്റെ നാമമഹത്വത്തെ പ്രതി നമ്മുടെ പ്രാർത്ഥനകൾ കർത്താവ് ശ്രവിക്കുകയും ഏവരെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.